ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. JBL സ്പീക്കറുകളിലെ പക്ക കോപ്പിയായ JBL TG113 എന്ന സ്പീക്കറിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്കുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബോക്സിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ JBL പോർട്ടബിൾ വയർലെസ് സ്പീക്കർ എന്ന് എഴുതിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെ കളേഴ്സിൽ ഈ ഒരു സ്പീക്കർ അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്പീക്കർ ബ്ലൂ ആണ്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിലും ഇതിൻ്റെ കുറച്ച് മെയിൻ ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 3 to 4 hours വരെ പ്ലേ ടൈമൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇനി ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെ ഡിവൈസുമായിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കർ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. ഐപാഡ്, അതുപോലെ തന്നെ ഫോൺ, ഐപോഡ്, PC എല്ലാം നമുക്ക് ഈ ഒരു സ്പീക്കർ കണക്ട് ചെയ്യാനായിട്ട് കഴിയും. ഏതായാലും നമുക്കിനി ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ JBL TG113 സ്പീക്കർ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് JBL TG113 എന്ന സ്പീക്കർ. കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മീഡിയം സൈസ് സ്പീക്കർ എന്ന് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺസിലേക്ക് വരികയാണെങ്കിൽ മുകളിലായിട്ട് പവർ ബട്ടണും അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും പാട്ട് മാറ്റാനുമുള്ള ഒരു ബട്ടണും പ്ലസ് ഓർ മൈനസ് വോളിയം കൂട്ടാനും വോളിയം കുറക്കാനുമുള്ളൊരു ബട്ടണാണ് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരി മൗണ്ടും ഈ ഒരു സ്പീക്കറിൽ തന്നെയുണ്ട്. ഇതിൻ്റെ സെൻട്രലായ ഒരു JBLൻ്റെ ഒരു ബാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തായിട്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് തുറക്കാനായിട്ട് കഴിയും. ചാർജിങ് ബോർഡും അതുപോലെ തന്നെ മൈക്രോ SD കാർഡും അതുപോലെ തന്നെ ഓക്സിലറി ഇൻപുട്ട് USB ഓക്സിലറി ഇൻപുട്ടും എല്ലാം ഇതിനകത്തായിട്ടാണ് വരുന്നത്. സാധാരണ ഫോൺ ചാർജർ യൂസ് ചെയ്ത് USB കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കർ ചാർജ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യാം. എന്നാൽ നമുക്ക് ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ഈ ഒരു സ്പീക്കർ ഓൺ ആക്കാനായിട്ട് കഴിയും. ഓണാക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഇൻഡിക്കേറ്റർ കത്തുന്നതായിട്ട് കാണാനും കഴിയും, ഒരു ബ്ലൂ ലൈറ്റ്. ഒരു പാട്ട് വെച്ച് നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ പാട്ട് കേട്ട് നോക്കി, നല്ലൊരു ക്രിസ്പി സൗണ്ട്, മോശമില്ലാത്തൊരു സൗണ്ട് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പീക്കറിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ഫ്ലാഷ് പ്രൂഫ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്പീക്കർ വെള്ളത്തിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാലും ചെറിയ വെള്ളത്തുള്ളികളൊക്കെ ഇതിന് പ്രശ്നമില്ല. ഈ ഒരു സ്പീക്കറിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ താഴ്ഭാഗവും ഒരു റബ്ബർ ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പീക്കറിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ്. ആ ഒരു റേഞ്ചിന് ഇത് വേർത്ത് തന്നെയാണെന്ന് പറയാം. കാരണം 600 രൂപയ്ക്ക് വേണ്ട സൗണ്ട് ക്വാളിറ്റിയും ഡിസൈനും എല്ലാം ഈ ഒരു സ്പീക്കറിന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു JBL TG113 എന്ന സ്പീക്കർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.